ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു രാജാവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ഭാര്യയെ രാജാവ് സ്നേഹിച്ചില്ല. അവർക്ക് ഭക്ഷണം നൽകിയില്ല, വസ്ത്രം നൽകിയില്ല, ഒരു പുഞ്ചിരി പോലും നൽകിയില്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഭാര്യമാരെ രാജാവ് ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് നാലാമത്തെ ഭാര്യയാണ്. അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, ആഭരണം നൽകി, എവിടെയും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാര്യമാരെയും രാജാവ് സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കെ രാജാവിന് അസുഖം ബാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു രാജാവിന് അധികം നാൾ ഇനി ജീവിക്കാൻ സാധ്യമല്ല, മരിച്ചു പോകും. അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം ഖബറുകളിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അത് മാത്രം, ശവക്കല്ലറയിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട് അത് മാത്രമേ പരലോകത്ത് ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും രാജാവ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് നാലാമത്തെ ഭാര്യയാണ്. അപ്പോൾ നാലാമത്തെ ഭാര്യയെ തന്നോടൊപ്പം കൂട്ടണമെന്ന ഉത്കടമായ ആഗ്രഹം രാജാവിനുണ്ടായി. നാലാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് രാജാവ് അപേക്ഷിച്ചു, ഞാൻ മരിക്കുമ്പോൾ എന്നോടൊപ്പം നീയും മരിക്കണം, എങ്കിൽ മാത്രമേ പരലോകത്ത് എനിക്ക് നിന്നെ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ ഭാര്യ പറഞ്ഞു, സാധ്യമല്ല, കൂടി വന്നാൽ താങ്കളുടെ മരണം വരെയും ഞാനുണ്ടാകും, അതിനുശേഷം ഞാൻ പോകും. രാജാവിന് ദുഃഖമായി. മൂന്നാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് രാജാവ് അപേക്ഷിച്ചു, നീയെങ്കിലും എന്നോടൊപ്പം വരണം, ഒരുപാട് ഞാൻ സ്നേഹിച്ചതാണ് നാലാമത്തെ ഭാര്യയെ, അവർ വരില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, കൂടി വന്നാൽ നിങ്ങളുടെ ശരീരം കൊട്ടാരത്തിൽ നിന്നും പുറത്തെടുക്കുന്നത് വരെ ഞാനുണ്ടാകും, അതിനുശേഷം ഞാനും പോകും. രാജാവിന് വീണ്ടും ദുഃഖമായി. രണ്ടാമത്തെ ഭാര്യയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നീയെങ്കിലും എന്നോടൊപ്പം വരണം. രണ്ടാമത്തെ ഭാര്യയും പറഞ്ഞു, സാധ്യമല്ല, കൂടി വന്നാൽ നിങ്ങളുടെ ശരീരമുണ്ടല്ലോ അത് ശവക്കല്ലറയിലേക്ക് ഇറക്കുന്നത് വരെ ഞാനുണ്ടാകും, അത് മൂടിക്കഴിഞ്ഞാൽ ഞാനും പോകും. അങ്ങനെ രാജാവ് ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ഞാൻ വരാം. രാജാവ് അങ്ങോട്ട് നോക്കി. കീറിപ്പറഞ്ഞ വസ്ത്രം, ക്ഷീണിച്ചൊരു സ്ത്രീ, മനസ്സിലായില്ല. വീണ്ടും വീണ്ടും നോക്കി. അങ്ങനെ പലതവണ നോക്കിയപ്പോൾ രാജാവിന്റെ ഓർമ്മകളുടെ അറകൾ പതുക്കെ തുറക്കാൻ ആരംഭിച്ചു. താൻ ഭക്ഷണം നൽകാതിരുന്ന, വസ്ത്രം നൽകാതിരുന്ന, ആഭരണം നൽകാതിരുന്ന, ഒരു പുഞ്ചിരി പോലും നൽകാതിരുന്ന ആദ്യത്തെ ഭാര്യയാണ്. മറ്റു ഭാര്യമാർ തന്നോടൊപ്പം വരില്ല എന്ന് പറഞ്ഞപ്പോൾ വരാൻ തയ്യാറായി. ആ രാജാവിന് ആ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുണ്ടായി, ആ ചിന്തകൾ മനസ്സിലുണ്ടായി. പക്ഷെ എന്ത് ചെയ്യാം, അധികം ദിവസങ്ങളേയുള്ളൂ ഇനി ആയുസ്. ഇതൊരു കഥയാണ്. നാലാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ശരീരമാണ്. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്, ഒരു സംശയം വേണ്ട. അതിനൊരു അസുഖം വന്നാൽ നമുക്ക് സഹിക്കില്ല. അതിന് നല്ല വസ്ത്രം നൽകും, നല്ല ഭക്ഷണം നൽകും, നല്ല വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് ചർമ്മം മിനുസപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ മരണത്തോടുകൂടി അതിനോട് നാം വിട പറയുന്നു. മൂന്നാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ സമ്പത്താണ്. മരിച്ച് നമ്മുടെ മയ്യത്ത് വീട്ടിൽ കിടക്കുന്ന സമയം വരെയും അതുമായിട്ടൊരു ബന്ധമുണ്ട്. അതിനുശേഷം അതുമായിട്ട്, നമ്മുടെ സമ്പത്തുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ല. എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അതോടുകൂടി അവസാനിച്ചു. രണ്ടാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഭാര്യ, സന്താനങ്ങള്, മാതാപിതാക്കള്, ബന്ധുക്കള്, സുഹൃത്തുക്കള്. നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അവരും അവിടെ നിൽക്കില്ല, അവരും പോകും. ഒന്നാമത്തെ ഭാര്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ആത്മാവാണ്. ഈ ആത്മാവിന് വേണ്ടത് നാം വിചാരിക്കുന്നത് പോലെയുള്ള ഭക്ഷണമല്ല, അതിനു വേണ്ടത് വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ 89-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അള്ളാഹുവിൽ നിന്ന് തൃപ്തി ലഭിച്ചതും സ്വയം തൃപ്തി കിട്ടിയതുമായ ആത്മാക്കളായിട്ട് എൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുക, എൻ്റെ ദാസന്മാർക്കിടയിൽ പ്രവേശിക്കുക. എന്തൊരു മനോഹരമാണത്! അങ്ങനെ നമുക്ക് പ്രവേശിക്കണ്ടേ? അതാണ് മാനവ മോചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ പ്രസ്ഥാനത്തിന് അധികാരം വേണ്ട, വോട്ട് വേണ്ട, നിങ്ങളിൽ നിന്നൊന്നും വേണ്ട. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് ഉത്ബോധിപ്പിച്ചു